Hi friends, welcome to Garam Masala, the magic spices of cooking. പാൽ കഞ്ഞി. ഇന്ന് നമുക്ക് ട്രഡീഷണൽ കേരള ഡിഷായ പാൽ കഞ്ഞി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്കൊരു പ്രഷർ കുക്കർ എടുക്കാം. ഇതിലോട്ട് 1 കപ്പ് ചെറിയ അരി എടുക്കണം. കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വേണം നമുക്ക് അരി പ്രഷർ കുക്കറിലോട്ട് എടുക്കാൻ. ഇതിലോട്ട് നമുക്ക് തേങ്ങയുടെ 3/4 പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ചതിന് ശേഷം 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. തണുത്തതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2/4 പാൽ ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് 2/4 പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിതിനെ റൈസുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കഞ്ഞി തിളച്ച് വന്നിട്ടുണ്ട്. കഞ്ഞി തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് 1/4 പാൽ ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് 1/4 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം കഞ്ഞി തിളക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാൽക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടെ തന്നെ ചെറുപയർ തോരൻ, ചമ്മന്തി, പപ്പടം ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.